നമസ്കാരം. 2018 അഡ്മിഷൻ 6th സെമ്മിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. അപ്പം നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രേഡ് പോയിൻ്റാണ് 10ലുള്ള ഗ്രേഡ് പോയിൻ്റാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ 9.67 അല്ലെങ്കിൽ 8.47 8.38 എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അത് പെർസെൻറ്റേജ് ആക്കാൻ എന്നാ ചെയ്യുന്നത്? ഇൻറ്റു 10 ആണോ, ഇൻറ്റു 9.5 ആണോ, അതോ വേറെ ഏതെങ്കിലും മെത്തേഡിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി CBCS സിലബസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് സ്പീഡിൽ പറഞ്ഞിട്ട് ഞാൻ ഈ പെർസെൻറ്റേജിൻ്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അപ്പം നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് mgu.ac.in അവിടെ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ നമുക്കൊരു സ്ക്രീൻ കാണാം. അവിടെ നിങ്ങൾക്ക് പല ഓപ്ഷനുണ്ട്. ഇവിടെ നോക്കി എബൌട്ടിനകത്ത് നോക്കുമ്പം ഓവർവ്യൂ ഇങ്ങനെ ഓരോന്ന് നിങ്ങളുടെ ഈ സൈറ്റിൽ നിങ്ങൾ ഇടയ്ക്ക് കയറി ഓരോ ഇതിലും കയറി നോക്കണേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അക്കാഡമിക്സ് ഉണ്ട്. കണ്ടോ, അക്കാഡമിക്സിനകത്താണ് എന്ത് വരുന്നത്? പ്രോഗ്രാംസ്, സിലബസ്. ഇപ്പോൾ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട്, സിലബസ്. അപ്പോൾ ഞാൻ ആ സിലബസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ സിലബസിൻ്റെ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും PGCSS 2019 റിവിഷൻ ഉണ്ട്, CBCS 2017 അഡ്മിഷൻ ഓൺവേർഡ്സ്, ബാക്കി MBA, MEd, BEd പോലുള്ള സിലബസ് ഉണ്ട്. പഴയ സിലബസ് CBCSS, PGCSS ഇതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഡിഗ്രി 2017 അഡ്മിഷൻ്റെ ആയതുകൊണ്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിലെ ഓരോന്നും നോക്കണേ. റെഗുലേഷൻ നോക്കുക. റെഗുലേഷൻ നോക്കുമ്പോൾ 20 പേജിലുള്ള ഒരു റെഗുലേഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നുണ്ട് 2017 അഡ്മിഷൻ മുതലാണ് ഇത് തുടങ്ങുന്നതെന്ന്. ഉണ്ടോ, റെഗുലേഷൻ തുടങ്ങുന്നു. ആദ്യമേ ടൈറ്റിൽ. അപ്പോൾ ഈ റെഗുലേഷൻ ടൈറ്റിൽ ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അണ്ടർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം 2017. അപ്പോൾ CBCS ഫുൾ ഫോം എന്തുവാ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. പിന്നെ ഈ റെഗുലേഷനകത്ത് ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകൾ ക്ലാരിഫൈ ചെയ്ത് പിന്നീട് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം, ഇവിടെ ഡിസ്റ്റൻസ് പ്രൈവറ്റ് സ്കീമിൻ്റെ കാര്യവും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. അക്കാഡമിക് വീക്ക് എന്ന് വെച്ചാൽ എന്താണ്? അക്കാഡമിക് വീക്ക് എന്ന് വെച്ചാൽ ആഴ്ചയിലെ 5 വർക്കിംഗ് ഡേനെയാണ് അത് 1, 2, 3, 4, 5 ഓരോ ദിവസവും 5 അവർ വീതം, 1 മണിക്കൂർ വീതമുള്ള 5 പീരീഡ്, അങ്ങനെയാണ്. ഇനി നമ്മുടെ പേരെന്തായിരുന്നു? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ അവിടെ ചോയ്സ് ബേസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പം നിങ്ങൾക്ക് 6th സെമ്മിൽ ചോയ്സ് ബേസ്ഡ് ഉണ്ട്. ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ നിങ്ങൾക്ക് ചോയ്സ് എടുത്ത് പഠിക്കാം. അതാത് കോളേജുകളാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ കോളേജ് കോർഡിനേറ്റർ. കോമൺ കോഴ്സ് 1 എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. കോമൺ കോഴ്സ് 2 എന്ന് പറയുന്നാൽ അഡീഷണൽ ലാംഗ്വേജ്, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, മലയാളം, സിറിയക്ക്, അങ്ങനെ. പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് ഉണ്ട്, കോർ കോഴ്സ് ഉണ്ട്. കോർ കോഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അത്. ഇപ്പം നിങ്ങൾ BSc ഫിസിക്സ് ആണെങ്കിൽ അതിലെ ഫിസിക്സ് ആണ് കോർ കോഴ്സ്. കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് വെച്ചാൽ കോർ കോഴ്സ് അല്ലാതെ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ BSc ഫിസിക്സ് ആണെങ്കിൽ സബായിട്ട് കെമിസ്ട്രി, മാത്സ് ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി, മാത്സുമാണ് കോംപ്ലിമെൻ്ററി കോഴ്സ്. കോഴ്സ് എന്നുകൊണ്ട് മീനിങ്. പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ട്, ഇല്ലേ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന്. അപ്പോൾ ആ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ടു എ പേപ്പർ. ഓരോ പേപ്പറിന് ഓരോ ക്രെഡിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലർ, ഫാക്കൽറ്റി അഡ്വൈസർ, ഗ്രേസ് മാർക്ക്. ഇപ്പം ഗ്രേസ് മാർക്സ് ഷാൽ ബി അവാർഡഡ് ടു കാൻഡിഡേറ്റ്സ് ആസ് പെർ ദ യൂണിവേഴ്സിറ്റി ഓർഡർ ഇഷ്യൂഡ് ഫ്രം ടൈം ടു ടൈം. ഇനി ഗ്രേഡ് ഉണ്ട്. ഗ്രേഡ് A, B, C, D അങ്ങനെ ഗ്രേഡുകളുണ്ട്. ഗ്രേഡ് പോയിൻ്റ് ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഇൻഡിക്കേറ്റർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് അവാർഡ് ടു എ സ്റ്റുഡൻറ്റ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആവറേജ് IA ഉണ്ട്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട്. എന്ന് വെച്ചാൽ 5th സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് അല്ലാതെ ആ കോളേജിൽ വേറെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതിലെ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാനുള്ള അവസരം.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ BSc കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഒഴിച്ച് ആ കോളേജിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് കാണുമല്ലോ, അതിലെ കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് കിട്ടും. പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോഗ്രാം, സെമസ്റ്റർ, യൂണിവേഴ്സിറ്റി ആവറേജ്, വൊക്കേഷണൽ കോഴ്സ്, എലിജിബിലിറ്റി, ഡ്യൂറേഷൻ. അതായത് UG പ്രോഗ്രാം 6 സെമസ്റ്ററുകളുണ്ട്. ഓരോ അക്കാഡമിക് ഇയറിൽ 2 സെമസ്റ്ററുകളുണ്ട്. ഓഡ് സെമസ്റ്ററും ഈവൻ സെമസ്റ്ററും. അതിൻ്റെ കാലാവധി ഇവിടെ ഉണ്ട്. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഓഡ് സെമ്മും പിന്നെ അതിന് ശേഷം നവംബറിലൊക്കെ തുടങ്ങുന്നതാണ് ഈവൻ സെമ്മ്. പിന്നെ 2 month വെക്കേഷൻ ഏപ്രിൽ മെയ്. ഇപ്പം കൊറോണ സാഹചര്യത്തിൽ ഇതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ, സ്കീം ആൻഡ് സിലബസ്. UG പ്രോഗ്രാമിനകത്ത് കോമൺ കോഴ്സ് 1 ഉണ്ട്, കോമൺ കോഴ്സ് 2 ഉണ്ട്, കോർ കോഴ്സ് ഉണ്ട്, കോംപ്ലിമെൻ്ററി കോഴ്സ് ഉണ്ട്, ഓപ്പൺ കോഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് സിലബസിൽ ഉള്ളത്. There shall be one choice based course in the 6th sem. 6th സെമ്മിലാണ് ചോയ്സ് ബേസ്ഡ് ഉള്ളത്. അത് എലക്റ്റീവ് കോഴ്സാണ്. ഓരോ സബ്ജക്റ്റിനും ഉണ്ട്. പിന്നെ വേണ്ടുന്ന കാര്യം, നിങ്ങൾ എഴുതുന്ന പരീക്ഷ, നിങ്ങൾക്ക് പരീക്ഷ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ എക്സ്റ്റേണൽ 80ഉം ഇൻറ്റേണൽ 20ഉം, അങ്ങനെ 100 മാർക്കാണ്. പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണെങ്കിൽ റിട്ടൺ എക്സാം 60ലും അതിൻ്റെ ഇൻറ്റേണൽ 15ഉം, അങ്ങനെ 75ലുമാണ് മാർക്ക്. അപ്പോൾ ഇതിൽ എത്ര മാർക്ക് വേണം ജയിക്കാൻ? ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഇൻറ്റേണൽ മിനിമം 30% വേണം, എക്സ്റ്റേണൽ മിനിമം 30% വേണം, രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് 35 വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് 80 മാർക്കിനാണ് എക്സ്റ്റേണൽ, 20 മാർക്കിനാണ് ഇൻറ്റേണൽ. അപ്പോൾ 80 മാർക്കിൻ്റെ 30%, അപ്പോൾ 8 × 3 24 വേണം എക്സ്റ്റേണൽ മിനിമം ജയിക്കാൻ. ഇനി ഇൻറ്റേണൽ എത്ര? 20, അതിൻ്റെ 30% എന്ന് വെച്ചാൽ 2 × 3 6. അപ്പോൾ എക്സ്റ്റേണൽ മിനിമം 24 വേണം, ഇൻറ്റേണൽ മിനിമം 6 വേണം. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 24 6 30 ഉള്ളൂ. അത് ജയിക്കത്തില്ല. കാരണം എന്താ? മൊത്തത്തിൽ നോക്കുമ്പോൾ 100ൽ 35%, അതായത് 35 മാർക്ക് വേണം താൻ. അതായത് ഇപ്പം എക്സ്റ്റേണൽ 30 മാർക്ക് കിട്ടി 80, ഇൻറ്റേണൽ 6 മാർക്ക്, അപ്പോൾ 36 കിട്ടി, ജയിച്ചു. ഇനി എക്സ്റ്റേണൽ 30 കിട്ടി, ഇൻറ്റേണൽ 5 കിട്ടി, 35 പക്ഷെ ജയിച്ചില്ല. കാരണം എന്തോ? ഇൻറ്റേണലിന് 6 വേണമായിരുന്നു, 5 ഉള്ളൂ. ഇനി എക്സ്റ്റേണലിന് 28, ഇൻറ്റേണൽ 6, അപ്പോൾ 28 6 എന്തോ? 34, ഫെയിലായി. ഓക്കെ, ഇപ്പം എക്സ്റ്റേണൽ 27, ഇൻറ്റേണൽ 5, അപ്പോൾ ഇൻറ്റേണൽ അവിടെ 6 കിട്ടിയില്ല. അങ്ങനെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കാം. ഇനി ഗ്രേഡ് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് മിനിമം ഓഫ് ഗ്രേഡ് D ഈസ് റിക്വയർഡ് ഫോർ ഇൻഡിവിജ്വൽ കോഴ്സസ്. ഓരോ കോഴ്സിനും D ഗ്രേഡ് മിനിമം വേണം. F ഗ്രേഡ് ആണ് ഫെയിൽ. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്, ഇഫ് എ കാൻഡിഡേറ്റ് സെക്യൂർ F ഗ്രേഡ് ഫോർ എനി വൺ ഓഫ് ദ കോഴ്സസ്, ഓൺലി F ഗ്രേഡ് വിൽ ബി അവാർഡഡ് ഫോർ ദാറ്റ് സെമസ്റ്റർ പ്രോഗ്രാം. റിസൾട്ടിനകത്ത് F ഗ്രേഡ് എന്നേ വരത്തുള്ളൂ. ഇനി ഇംപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി വേണ്ടുന്ന കാര്യങ്ങൾ പ്രോഗ്രാം സ്ട്രക്ചേഴ്സ് ആണ്. മൊത്തം 120, BAയും BScക്കും 120 ടോട്ടൽ ക്രെഡിറ്റ്. അപ്പം കോമൺ കോഴ്സ് 1 ഇംഗ്ലീഷിൻ്റെ ക്രെഡിറ്റ് 22. ഇംഗ്ലീഷ് 4 സെമ്മിലാണ് ഉള്ളത്. ആദ്യത്തെ 2 സെമ്മിൽ 2 ഇംഗ്ലീഷ് വീതവും, തേർഡിലും ഫോർത്തിലും ഓരോ ഇംഗ്ലീഷ് വീതം. അങ്ങനെ 22 ക്രെഡിറ്റ്. സെക്കൻഡ് ലാംഗ്വേജ് ഓരോ സെമ്മിൽ 4, അങ്ങനെ നോക്കുകയാണെങ്കിൽ 16. ഓരോ സെമ്മിൽ 4 അല്ല, ആദ്യത്തെ 2 സെമ്മ് 3 3, പിന്നെ 5 5, അങ്ങനെയാണ് 16. ഇനി കോറും കോംപ്ലിമെൻ്ററി കോഴ്സൂടെ ഇൻക്ലൂഡിങ് പ്രോജക്റ്റ് 79 ഉണ്ട്. ഓപ്പൺ കോഴ്സിന് 3, മിനിമം അറ്റൻഡൻസ് 75% വേണം.
BCom ആകുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് 120 തന്നെയാണ്. കോമൺ കോഴ്സ് ഇംഗ്ലീഷ്, അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 സെമ്മിൽ ഓരോ ഇംഗ്ലീഷ് വീതമേ ഉള്ളൂ, അത് 14. കോമൺ കോഴ്സ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് അവർക്ക് ഫസ്റ്റും സെക്കൻഡ് സെമ്മിൽ മാത്രമേ ഉള്ളൂ, അത് 8. കോറും കോംപ്ലിമെൻ്ററിയും കൂടെ 95. ഓപ്പൺ കോഴ്സ് 3, മിനിമം അറ്റൻഡൻസ് 75. ഇനി മോഡൽ 2 ഉണ്ട്, അതേ രീതിയിൽ തന്നെ. മോഡൽ 2 കണ്ടോ, മോഡൽ 2 ആകുമ്പോൾ അവിടെ വൊക്കേഷണൽ കോംപ്ലിമെൻ്ററി കോഴ്സിൻ്റെ കൂടെ വൊക്കേഷണൽ കോഴ്സ് കൂടെ വരുന്നുണ്ട്. മോഡൽ 3ലും അത് തന്നെ. എക്സാമിനേഷന് ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. 7 പോയിൻ്റ് സ്കെയിലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ മാർക്ക്, അതായത് നിങ്ങൾക്ക് മാർക്കിലാണ് 80 മാർക്ക് 20 മാർക്കിൽ മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി 100ലുള്ള മാർക്ക് കിട്ടി. 100ലുള്ള മാർക്ക് കിട്ടുവാണെങ്കിൽ 95ഉം അതിൽ കൂടുതലും ആണെങ്കിൽ എസ് ഗ്രേഡാണ്, അതിന് കറസ്പോണ്ടിങ് ഗ്രേഡ് പോയിൻറ്റ് 10. 85 തൊട്ട് 95 വരെയാണെങ്കിൽ A+9, 75 തൊട്ട് 85 വരെയാണ് A8, 65 തൊട്ട് 75 വരെയാണെങ്കിൽ B+7, 55 to 65 B6, 45 to 55 C5, 35 to 45 D4. അപ്പോൾ 35 എപ്പോൾ വേണം ജയിക്കാൻ. 35 കുറഞ്ഞാൽ ഫെയിലായി, അത് F ആണ്, 0 കിട്ടത്തുള്ളൂ. ആബ്സെൻ്റ് ആണെങ്കിലും 0 കിട്ടത്തുള്ളൂ. ഇനി ക്രെഡിറ്റ് പോയിൻ്റ്, ഓരോ പേപ്പറിൻ്റെ ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ക്രെഡിറ്റ് ഇൻറ്റു GP. GP എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേഡ് പോയിൻ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫസ്റ്റ് സെമ്മിൽ ഇംഗ്ലീഷിന് 91 മാർക്ക് കിട്ടി. അപ്പം 91 ആകുമ്പോൾ ഏതാണ്? A+, അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് 9 ആണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്രെഡിറ്റ് എന്താ? അത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റ് നോക്കുമ്പോൾ അതിനകത്തുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ 4 ആണെന്ന് വിചാരിച്ചു. അപ്പം 4 × 9, 4 × 9 എന്ത്? 36 എന്ന് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയും. ഇനി സെമസ്റ്റർ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് SGPA, ഇവിടെ CGPA എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പുതിയൊരു ഓർഡർ ഇറങ്ങി, ഈ പേര് മാറിയിട്ടുണ്ട്. SGPA മാറിയിട്ട് SCPAയും CCPAയും ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ റെഗുലേഷൻ കഴിഞ്ഞിട്ട് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ഇത് മാറ്റിയ കാര്യം പറയുന്നുണ്ട് വിശദമായിട്ട്. അപ്പം SCPA എന്ന് വെച്ചാൽ ടോട്ടൽ ക്രെഡിറ്റ് പോയിൻ്റ് ഓഫ് ദാറ്റ് സെമസ്റ്റർ ബൈ ടോട്ടൽ ക്രെഡിറ്റ്സ്. അതേപോലെ തന്നെ CCPA അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിൽ. ഇത് സെമസ്റ്ററിൻ്റെ ആണ്, ഇത് പ്രോഗ്രാമിൻ്റെ ആണ്. ഇനി അതിനകത്ത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഓരോ സെമ്മിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമല്ലോ. അപ്പം ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഉണ്ട്, 9.5 ഒക്കെ കിട്ടും. അത് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓരോന്നും മാർക്കാണ്. അപ്പം മാർക്കിന് കറസ്പോണ്ടിങ് ഓരോ ഗ്രേഡ് പോയിൻ്റ് ഉണ്ട്, 10, 9, 8. അപ്പോൾ അതിനെ എന്തുകൊണ്ട് ഇത് ചെയ്യും? ആ ക്രെഡിറ്റും കൊണ്ട്, ഓരോ സെമ്മിലും ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് ഉണ്ട്, ആ ക്രെഡിറ്റും കൊണ്ട് ഇൻറ്റു ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടി ബൈ മൊത്തത്തിൽ ആ സെമ്മിലുള്ള ക്രെഡിറ്റ് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് 10ൽ പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് 9.5 എബോ ആണെങ്കിൽ എസ്, 8.5നും 9.5നും ഇടയ്ക്കാണെങ്കിൽ പ്ലസ്, അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റേണൽ 80, ഇൻറ്റേർണൽ 20 എന്ന്. അപ്പം ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത് 20 മാർക്ക് ഇടുന്നത് അറ്റൻഡൻസിന് 5 മാർക്ക്, അസൈൻമെൻറ്റ് ഓർ സെമിനാർ 5 മാർക്ക്, ടെസ്റ്റ് പേപ്പറിന് 2 ടെസ്റ്റ് പേപ്പറിന് 5, 5, 10, അങ്ങനെ 20ലാണ് മാർക്ക് ഇടുന്നത്. പ്രാക്ടിക്കലുള്ള വിഷയം എക്സ്റ്റേണൽ 60ഉം ഇൻറ്റേർണൽ 15ഉമാണ്. അതിന് മാർക്ക് ഇടുന്നത് അറ്റൻഡൻസിന് 5, അസൈൻമെൻറ്റ് ഓർ സെമിനാർ 2, ടെസ്റ്റ് പേപ്പറിന് 4, 4, 8, അങ്ങനെ 15 മാർക്ക്. ഇനി പ്രാക്ടിക്കലിനാണെങ്കിൽ ഫോർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എക്സ്റ്റേണലിന് 40ഉം ഇൻറ്റേർണലിന് 10ഉം. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ അറ്റൻഡൻസിന് 2, ടെസ്റ്റ് പേപ്പറിന് 4, 4,
ഒരു പേപ്പർ 4, പിന്നെ റെക്കോർഡിന് 4. അപ്പോൾ അറ്റൻഡൻസ് 2, ടെസ്റ്റ് പേപ്പർ 4, റെക്കോർഡ് 4, അങ്ങനെ 10 മാർക്ക്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോജക്റ്റിനാണെങ്കിൽ 80 മാർക്ക് എക്സ്റ്റേണലും ഇൻറ്റേർണൽ 20 മാർക്കും. അത് തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ്റെ കാര്യം, ഡെസർട്ടേഷന് 50, വൈവയ്ക്ക് 30. ഡെസർട്ടേഷൻ തന്നെ 25 സബ്ജക്റ്റിൻ്റെ സെലക്ഷന്, ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതും അതിൻ്റെ കണ്ടൻറ്റും ഒക്കെ വെച്ചാണ് 25, 50 വരുന്നത്. വൈവയ്ക്ക് 30, അങ്ങനെ 80 മാർക്കാണ്. ഇൻറ്റേർണൽ ആണെങ്കിൽ 20 മാർക്ക്. അത് പഞ്ച്വാലിറ്റി, എക്സ്പെരിമെൻറ്റേഷൻ, നോളജ്, റിപ്പോർട്ട്, അങ്ങനെ. അറ്റൻഡൻസ് ആണെങ്കിൽ 75 എബോ ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം 75 ആണെങ്കിൽ 1 മാർക്ക്, 76 തൊട്ട് 79 വരെയാണെങ്കിൽ 2 മാർക്ക്, 80 തൊട്ട് 84 ആണെങ്കിൽ 3 മാർക്ക്, 85 തൊട്ട് 89 വരെയാണെങ്കിൽ 4 മാർക്ക്, 90 എബോ ആണെങ്കിൽ 5 മാർക്ക്. പിന്നെ അസൈൻമെൻറ്റ്, സെമിനാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് 5th സെമ്മിന് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് റീഅപ്പിയറൻസും നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ ആണ് എഴുതുന്നത്. ഇപ്പം പിന്നെ കൊറോണ ആയതുകൊണ്ട് സെപ്പറേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അത് ഓരോന്നിൻ്റെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റാങ്ക് സർട്ടിഫിക്കറ്റ് ആദ്യത്തെ 3 റാങ്കിനാണ് റാങ്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആദ്യത്തെ 10 പൊസിഷൻ യൂണിവേഴ്സിറ്റി വെക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടാണ്. പാർട്ട് എ, ബി, സി. വിത്തൗട്ട് പ്രാക്ടിക്കൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാർട്ട് എയിൽ 12 ചോദ്യത്തിൽ നിന്ന് 10 എഴുതാം, ഓരോന്നിന് 2 മാർക്ക്, അങ്ങനെ 20 മാർക്ക്. പാർട്ട് ബി 9 നിന്ന് 6 ചോദ്യം, ഓരോന്നിനും 5, അങ്ങനെ 6 × 5 30. പാർട്ട് സി 4 നിന്ന് 2, ഓരോന്നിനും 15, അങ്ങനെ 15 × 2 30, അങ്ങനെ മൊത്തത്തിൽ 80 മാർക്ക്. ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിനാണെങ്കിൽ പാർട്ട് എ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇതാണ്, പക്ഷെ മാർക്കിൻ്റെ എന്ന് വെച്ചാൽ പാർട്ട് എയിൽ 1 മാർക്കും പാർട്ട് സിയിൽ 10 മാർക്കും, ആ രീതിയിൽ ആണ് 60 വന്നേക്കുന്നത്. കൊറോണ ടൈം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് പാർട്ട് എയിൽ 12 നിന്ന് 6 മതി, പാർട്ട് ബി 9 നിന്ന് 4 മതി, പാർട്ട് സി 4 നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ ചെയ്യാം. 3, 8, 15, ഇവിടെ ആകുമ്പോൾ 2, 7, 10 ആ രീതിയിൽ ആക്കിയിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡൗട്ടുള്ളവർക്ക് അത് നോക്കിയാൽ മതി. എൻ്റെ പേജിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി ഗ്രേഡ് കാർഡ് വരുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, കോളേജ്, ടൈറ്റിൽ, സെമസ്റ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ 5 സെമ്മിലാണ് ഇങ്ങനെ. ഫൈനൽ സെമ്മ് വരുമ്പോൾ എല്ലാം കൂടെ ഉള്ള ഒരു മാർക്ക് ലിസ്റ്റാണ് വരുന്നത്. ഫൈനൽ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഇത് ഓരോ സെമ്മിലെയാണ്. ഫൈനൽ വരുമ്പം ഓക്കെ, ഓരോ സെമ്മിൻ്റെ സെം 1, സെം 2, സെം 3, സെം 4, സെം 5, സെം 6, പിന്നെ ഓരോന്നിൻ്റെ ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ, കോംപ്ലിമെൻ്ററിയുടെ, കോർ കോഴ്സിൻ്റെ, ഓപ്പൺ കോഴ്സിൻ്റെ ഓരോന്നിൻ്റെ ക്രെഡിറ്റും GPA എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓവറോൾ റിസൾട്ടും വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാനിത് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമെൻമെൻറ്റ് 1 ഉണ്ട്, അമെൻമെൻറ്റ് 2 ഉണ്ട്. അമെൻമെൻറ്റ് 1-ൽ നോക്കുകയാണെങ്കിൽ CBCS അമെൻമെൻറ്റ് 1.1.1 3 പേജുള്ളതാണ്. അതായത് ഈ റെഗുലേഷനെ കുറിച്ചൊക്കെ കാര്യങ്ങളാണ്, നിങ്ങളത് നോക്കിയാൽ മതി. ഇതിനകത്ത് വരച്ച് ഭേദഗതികളൊക്കെ
അതായത് ഇത് പ്രൈവറ്റിൻ്റെയാണ് 1.1.1. ഞാൻ ഇനി അമെൻമെൻറ്റ് നമ്പർ 2 നോക്കുകയാണ്. അതായത് നമ്മൾ വായിച്ച റെഗുലേഷനകത്ത് ചില മാറ്റങ്ങൾ 5.3-ക്കകത്തെ കാര്യങ്ങൾ, 7.5-ക്കകത്തെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് 10 എന്നുള്ളത് 20 ആക്കിയിട്ടുണ്ട്. ഇൻറ്റേർണൽ പ്രാക്ടിക്കലിൻ്റെ എക്സ്റ്റേണൽ 80 ഇൻറ്റേർണൽ 20 ആക്കി. അതിനകത്ത് പറഞ്ഞപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റേർണൽ മാർക്കിംഗ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റൻഷൻ ടു ദ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സിലബസ് വേണമെങ്കിൽ ബാച്ചലർ ഓഫ് സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം അതിനകത്തുണ്ട്. ബാച്ചലർ ഓഫ് സയൻസ്, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, BBA അങ്ങനത്തെ കോഴ്സുകൾ, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതിന് ചില റിവൈസ്ഡ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓർഡർ. പിന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ CBSE റെഗുലേഷൻ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരെണ്ണം കാണാം. ചില തീരുമാനങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ഞാൻ നോക്കാം. പെർസെൻറ്റേജിൻ്റെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം ഈ പ്രോജക്റ്റ് ടൈറ്റിലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓരോ കോഴ്സിൻ്റെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിലബസൊക്കെ കൂടിപ്പോയതുമൊക്കെ ഒന്ന് കുറച്ചിട്ടൊക്കെ ഉണ്ട്. ചില ടൈപ്പിക്ക് എറർ വന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടാണ് പറയുന്നത് CGPA SGPA എന്ന് പറയുന്നതെല്ലാം മാറ്റി SCPA CCPA ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്, അതാണ് CGPA. അത് മാറ്റി ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിൻ്റ് ആവറേജ് CCPA അങ്ങനെ അത് ആക്കിയിട്ടുണ്ട്. പിന്നെ മാറ്റം വന്നത് CPAക്ക് ആനുപാതികമായി സെമസ്റ്റർ ഗ്രേഡ് താഴെ പറയുന്ന മാറ്റം വരുത്തുക. അതായത് അതിനകത്ത് 3.5 ആൻഡ് ലെസ് ദാൻ 4.5 എന്ന് പറയുന്ന D ആണ്, അത് പാസ്സാണ്. 3.5-ൽ താഴെയാണെങ്കിൽ ഫെയിലാണ്. അത് മാറ്റിയിട്ട് 4-ൽ താഴെയാണെങ്കിൽ ഫെയിലർ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടാണ് പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. SCPA പെർസെൻറ്റേജ് ആക്കാം മൾട്ടിപ്ലൈ ബൈ 10, CCPA പെർസെൻറ്റേജ് ആക്കാം മൾട്ടിപ്ലൈ ബൈ 10. അപ്പോൾ എന്താ, നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് പോയിൻറ്റിനെ ഇൻറ്റു 10 ചെയ്താൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോന്ന്, നിങ്ങൾക്ക് ഇനി സിലബസ് വേണമെങ്കിൽ ഇവിടെ ബാച്ചലർ ഓഫ് സയൻസ് ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ബാച്ചലർ ഓഫ് സയൻസ്, ബാച്ചലർ ഓഫ് ആർട്സ്, കൊമേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾക്ക് വേറെ ഇനി PGയുടെ സിലബസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് നോക്കിയ സ്റ്റുഡൻസ് പോർട്ടൽ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എക്സാം രജിസ്ട്രേഷൻ, റീവാലുവേഷൻ പോർട്ടൽ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് കയറി നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. റിസർച്ച്, എക്സാമിനേഷൻ, റിസൾട്ട്, ടൈം ടേബിൾ, ഫീസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.